ദേശീയപാത നിർമ്മാണം പരിപൂർണമായി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ്. നമസ്കാരം. അപ്പോ തക്കംപോൽ പറയുവാനുള്ളൊരു സാമർഥ്യത്തെ തൽക്കാലം നമുക്ക് ബഹുകുത്ത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മൂക്കുത്ത് റിയാസ് എന്ന് വിളിക്കാം. അപകടം ഒഴിവാക്കാൻ മുൻകരുതൽ വേണമെന്ന് ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നിതിൻ ഗഡ്കരിയുടെ ശ്രദ്ധയിൽ നേരത്തെ പെടുത്തിയതാണെന്നും റിയാസ് പറഞ്ഞു. ഇതിങ്ങേര് ഇന്നും ഇന്നലെ തുടങ്ങിയ പരിപാടിയല്ല, സ്ഥിരം ജോലിയാ. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണല്ലോ ഇവിടെ ദേശീയപാതയിൽ വിള്ളലുണ്ടായത്. ആ വിള്ളലുണ്ടാകുന്നതിന് തൊട്ട് മുമ്പ് വരെ ഭയങ്കര അവകാശവാദമായിരുന്നു. ലോകത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാന സർക്കാർ ദേശീയപാതയ്ക്ക് വേണ്ടിയിട്ട് 25% കാശ് കൊടുക്കുന്നത്. 5550 കോടി 5550 കോടി ഞങ്ങൾ മുടക്കി എന്ന് ആവർത്തിച്ച് പറഞ്ഞു. ദേശീയപാത വികസനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാന സർക്കാർ പണം കണ്ടെത്തുന്നത്. അത് മാത്രമല്ല, രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികത്തിനോടനുബന്ധിച്ച് കുറെ കാര്യങ്ങൾ ഇങ്ങനെ പബ്ലിസിറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അതിൽ പ്രധാന നേട്ടമായിട്ട്, അതായത് ഇവിടുത്തെ സംസ്ഥാന സർക്കാരിന്റെ നേട്ടമായിട്ട് എടുത്തുയർത്തി കാണിച്ച ഒരു കാര്യമാണ് ഇത് ദേശീയപാത 66ന്റെ പുനരുജ്ജീവനം. പ്രധാനപ്പെട്ട നേട്ടങ്ങളുടെ കൂട്ടത്തിൽ എഴുതി വെച്ചിരിക്കുന്ന ഒന്ന് തന്നെ ദേശീയപാതയാണ്. അതായത് NH 66 6 വരി പാതയിൽ പൂർത്തിയാകുന്നു. നേരത്തെ ഉണ്ടായിരുന്ന സർക്കാരുകൾ, നമുക്ക് മുമ്പുണ്ടായിരുന്ന സർക്കാർ റീത്ത് വെച്ച പരിപാടിയായിരുന്നു NH 66. പക്ഷെ ലോകത്തുള്ള മലയാളികളുടെ എല്ലാം സ്വപ്നമായിട്ട് ഇത് അവശേഷിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കൃത്രിമ ശ്വാസം നൽകിയാണ്. ഞാനും എൻ്റെ മാമനും ഉൾപ്പെടെയുള്ള ആളുകളുടെ ശ്വാസം നൽകി, ജീവൻ നൽകി പണിതുയർത്തിയതാണ് NH 66. തുടങ്ങിയ തള്ളലുകൾ കൂടാതെ റീൽസ് ആയിട്ടും ഫ്ലെക്സ് ആയിട്ടും നാട്ടുകാർ മുഴുവൻ കുറെ സഹിച്ചു. പക്ഷെ ഈ വിള്ളൽ വന്നപ്പോൾ പ്ലേറ്റ് നേരെ തിരിച്ചു. മരുമോനെ ഒരു ദാക്ഷിണ്യവുമില്ലാതെ തള്ളിക്കൊണ്ട് അമ്മായി അച്ഛനും പറഞ്ഞു, നയാ പൈ സംസ്ഥാന സർക്കാർ മുടക്കിയിട്ടില്ല. ഇത് പരിപൂർണമായിട്ടും കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ്. നിർമ്മിക്കുന്നത് മുഴുവൻ നാഷണൽ ഹൈവേ അതോറിറ്റി തന്നെയാണ്. നമ്മുടെ സംസ്ഥാനത്തിന് ഒരു പൈ അതിൽ ചെലവില്ല. എല്ലാവരും എന്തോ LDF സർക്കാർ ഇവിടെ എന്തോ ചെയ്തതിൽ കുഴപ്പം സംഭവിച്ചു എന്ന് വിവരക്കേടിന്റെ പുറത്ത് പറയുന്നു. പക്ഷെ ഞങ്ങൾക്കിതിൽ യാതൊരു പങ്കുമില്ല. കേന്ദ്ര സർക്കാരിന്റെ റോഡ് കേരളത്തിൽ കൂടി കടന്നു പോകുന്നു എന്ന് മാത്രം, അല്ലാതെ ഞങ്ങൾക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവും നഹീഹേ എന്ന് പറഞ്ഞു. ചില പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അത് LDFന്റെ പഴിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചിലര് രംഗത്ത് വരാൻ തയ്യാറാകുന്നത്. ഇതേ സംഭവമാണ് ഇന്നിപ്പോ ഒരു അപകടം ഉണ്ടായല്ലോ. അരൂർ തുറവൂർ ഉയരപാത അപകടം ഇന്ന് സംഭവിച്ചല്ലോ. 80 ടൺ ഭാരമുള്ള ഗർഡർ വീണ് സ്പോട്ടിൽ ഒരു പാവപ്പെട്ടവൻ മരണപ്പെട്ടു. അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഏത് ദേശീയപാതയോ? ദേശീയപാത എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തിന് യാതൊരു ബന്ധവുമുള്ളതല്ല. എനിക്ക് നേരത്തെ അറിയാമായിരുന്നു, ഞാനിതൊക്കെ മുൻകൂട്ടി കണ്ടതാണ്. എൻ്റെ 4ാം കണ്ണിലൂടെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇവിടെ ഇങ്ങനെ ഒരു അപകടം നടക്കുമെന്ന്. അന്നേ ഞാനത് നിതിൻ ഗഡ്കരിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്, ഇങ്ങനെ ഒരു അപകടം നടക്കാൻ സാധ്യതയുണ്ട്. ദേശീയപാത നിർമ്മാണം പരിപൂർണമായി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ്. കേക്ക് ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിയുടെ മുന്നിലേക്ക് മൈക്ക് നീട്ടുന്നത് ഉത്തരവാദിത്തമുള്ള എന്തെങ്കിലും ഒരു പ്രതികരണം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ്. പക്ഷെ ഒരൊറ്റ ഡയലോഗിൽ പൂർണ്ണ ഉത്തരവാദിത്തം കേന്ദ്ര സർക്കാരിന്റെ തലയിൽ വെച്ചു കൊടുത്ത് നൈസായിട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് മന്ത്രി. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അതാത് ഘട്ടത്തിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെടുത്താറുണ്ട്. അതാണ് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ജോലി. ശ്രദ്ധയിൽ ഇങ്ങനെ പെടുത്തിക്കൊണ്ടേയിരിക്കും. പെടുപ്പും പെടുത്തലും മാത്രമേ നമുക്കുള്ളൂ ജോലിയായിട്ട്, അല്ലാതെ ഉത്തരവാദിത്തങ്ങളൊന്നും നമ്മൾ ഏറ്റെടുക്കത്തില്ല. അതേസമയം എന്തെങ്കിലും ഒരു ക്രെഡിറ്റ് ആണ് കിട്ടുന്നതെങ്കിൽ ദേശീയപാത വികസനം, അത് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ നേട്ടങ്ങളുടെ പട്ടിക എഴുതുമ്പോൾ ആദ്യം എഴുതി ചേർക്കും. അതിനൊക്കെ വേണ്ടിയിട്ടേ ഞങ്ങളത് ഉപയോഗിക്കാറുള്ളൂ, അല്ലാതെ ഇതൊന്നുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല. വളരെ ഗൗരവമേറിയ പ്രശ്നമാണ് ഇന്ന് ആലപ്പുഴ തുറവൂരുണ്ടായത്. മന്ത്രിക്ക് മാത്രം എക്സ്ക്ലൂസീവായിട്ട് കിട്ടിയ ഒരു അറിവാണ് കേട്ടോ. ഇന്ന് തുറവൂരിൽ ഒരാൾ മരണപ്പെട്ടത് വളരെ ഗൗരവമുള്ള സംഭവമാണെന്ന്. ഇത് സംഭവിച്ച ഉടനെ തന്നെ സംസ്ഥാന ഗവൺമെന്റ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ശ്രദ്ധയിൽപ്പെടുത്തി അടിയന്തരമായി ഇടപെടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ ഇരിക്കുന്നു? കേരളത്തിൽ നടന്ന ഒരു സംഭവം എന്ന നിലയിലുള്ള പരിഗണന പോലും ഈ ഒരു വീഴ്ചയ്ക്ക് അവർ കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. സംഭവം നടന്നത് കേരളത്തിൽ, മരണപ്പെട്ടത് ഒരു മലയാളി, മന്ത്രിയുടെ വകുപ്പ് പൊതുമരാമത്ത്, വന്ന പ്രതികരണം കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിൽ പെടുത്തിയിട്ടുണ്ടെന്ന് അവരെന്താന്ന് വെച്ചാൽ ചെയ്തോളൂന്ന്. പക്ഷേ ഇലക്ഷൻ്റെ സമയത്ത് വോട്ട് ചോദിക്കാൻ വരുമ്പം നമ്മളുള്ളത് കൊണ്ടാണ് നിങ്ങൾ അടുക്കളയിൽ ബീഫൊക്കെ കറി വെച്ച് കഴിക്കുന്നത്, മറ്റവർ വന്നാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കറിയൊന്നും വെച്ച് കഴിക്കാൻ പറ്റൂല കേട്ടാ, അങ്ങനെ തരം താണ ഡയലോഗ് വരെ പറഞ്ഞ് വോട്ടടിക്കാൻ നോക്കും. എവിടെയൊക്കെയാണോ വീഴ്ച അത് പരിശോധിക്കണം, മേലിൽ ആവർത്തിക്കാത്ത നിലയിൽ ഇടപെടേണ്ടതുണ്ട്. ഉണ്ടോ? ഇതൊക്കെ കേന്ദ്ര സർക്കാരിന് കൊടുക്കുന്ന നിർദ്ദേശങ്ങളാണ്, നിതിൻ ഗഡ്കരിക്ക് കൊടുക്കുന്ന ഉപദേശങ്ങളാണ് കേട്ടോ, കൽപ്പനകളാണ്.
ഇനി മേലാൽ ഇങ്ങനൊന്നും ആവർത്തിക്കരുത്, നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായ മിസ്റ്റേക്കാണ്. അതായത് ഞങ്ങൾക്കിതിൽ യാതൊരു പങ്കുമില്ല, ഒരു ഉത്തരവാദിത്വവുമില്ല എന്ന് പറഞ്ഞു വെക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. ജനങ്ങൾ കണ്ണു തുറന്ന് കാണണം കേട്ടോ ഇതൊക്കെ. അതായത് നമ്മുടെ ജീവൻ അപകടത്തിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ പോലും അവിടെയും അവരുടെ രാഷ്ട്രീയം സംരക്ഷിക്കാൻ, അവരുടെ രാഷ്ട്രീയ ഭാവി സംരക്ഷിക്കാൻ കണക്കിനുള്ള വാക്കുകൾ പോലുമേ അവരുടെ വായിൽ നിന്ന് വരികയുള്ളൂ. അല്ലാതെ ഒരു സഹതാപം നിറഞ്ഞ, അല്ലെങ്കിൽ ഈ വന്ന സംഭവിച്ചതിൽ ദുഃഖമുണ്ട് എന്നുള്ള രീതിയിൽ സംസാരിക്കാനുള്ള ഒരു ശേഷി പോലും ഇവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. അത്രത്തോളം ഭീകരമായിട്ട് കല്ലായിരിക്കുന്നു ഇവരുടെ മനസ്സ്. കേന്ദ്രമന്ത്രിമാരും ദേശീയപാത അതോറിറ്റിക്ക് കീഴിലുള്ള റോഡുകളുടെ കുഴി എണ്ണാനും കുഴിയടക്കാനും ഒന്ന് ശ്രദ്ധിക്കുന്നത് കൂടി നന്നാവും. അതാ ഞാൻ പറഞ്ഞത്, ഇന്നും ഇന്നലെ തുടങ്ങിയ പരിപാടിയല്ല. ഇത് നിയമസഭയിൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് പറഞ്ഞതാണ്. കേന്ദ്രമന്ത്രിമാരെ പരിഹസിച്ചുകൊണ്ട് പറയുകയാണ്, ദേശീയപാത അതോറിറ്റിയുടെ കീഴിൽ വരുന്ന റോഡുകളിൽ ഇവിടെ എണ്ണാൻ പറ്റാത്തത്ര കുഴികളുണ്ട്, അതൊക്കെ അടയ്ക്കുന്ന കാര്യത്തിൽ ഒരു ആവേശം കേന്ദ്രമന്ത്രിമാരെന്ന് കാണിക്കണമെന്ന്. അത് പറയാനുള്ള യോഗ്യതയുണ്ട്. കാരണം അവിടെ സംസ്ഥാന പാത മുഴുവൻ നല്ല അടിപൊളിയായിട്ട് ഇട്ടിരിക്കുകയാണല്ലോ. ഒരു കുഴി ഉണ്ടായാൽ ആ കുഴിച്ചവന്റെ വീട്ടിൽ ചെന്ന് അവനെ കൊണ്ട് ഇതൊന്ന് അടപ്പിക്കും എന്നൊക്കെയായിരുന്നു നേരത്തെ പറഞ്ഞത്. അപ്പൊ കുഴി അടയ്ക്കാൻ ചെന്ന് പറയുമ്പോൾ മറ്റവന്മാര് വന്ന് ഫെവിക്കോള് ഒഴിച്ച് അങ്ങ് കുഴി നികത്തും. 4, 5, 6 തവണയൊക്കെ പാലം പൊളിച്ചു പണിയുന്ന ആളുകളാണ് ഈ കുഴികൾ എണ്ണുന്ന കാര്യവും ദേശീയപാത അതോറിറ്റിയുടെ കീഴിൽ വരുന്ന റോഡുകളുടെ ശോചനീയാവസ്ഥയെക്കുറിച്ചൊക്കെ പ്രസംഗിക്കുന്നത്. കേരളത്തിലൂടെ കടന്നു പോകുന്ന ഏതൊരു ദേശീയപാതയുടെ എന്തൊരു പ്രവർത്തനം നടന്നാലും, അത് ഉദ്ഘാടനം ചെയ്താലും അതിൻ്റെ മുന്നിൽ ചെന്ന് നിന്ന് ഫോട്ടോ എടുക്കും, അതൊരു റീലാക്കും, 10-25 ഫ്ലെക്സ് ആ ഒരു ഏരിയയിൽ മാത്രം നാട്ടി വയ്ക്കും. എന്താണിത്? ഇവിടുത്തെ കുഴികളിൽ വീണ് മരണപ്പെട്ടവരുടെ കണക്ക് എത്രയാണെന്ന് ഒരു ദിവസം വന്നൊന്ന് പറയണം. ഇലക്ഷന് മുമ്പായിട്ടേ, ഇലക്ഷൻ പ്രചാരണത്തിന് ഇറങ്ങുന്ന സമയത്ത് നേട്ടങ്ങളുടെ പട്ടികയിൽ അതുകൂടി ഉൾപ്പെടുത്തി. ജനസംഖ്യയെ ക്രമാതീതമായിട്ട് ഇവിടെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കുറയ്ക്കാൻ സർക്കാർ മുൻകൈ എടുത്തുകൊണ്ട്, പൊതുമരാമത്ത് വകുപ്പ് മുൻകൈ എടുത്തുകൊണ്ട് കുഴികളൊക്കെ ഒരുപാട് നമുക്കിവിടെ നിർമ്മിക്കാൻ പറ്റി. ആ കുഴികളിൽ വീണ് ഒരുപാട് ജീവൻ പൊലിഞ്ഞു. അങ്ങനെ നമുക്കിവിടെ ജനസാന്ദ്രത, ജനസംഖ്യയൊക്കെ കുറയ്ക്കാൻ പറ്റുന്ന ആ ഒരു കാര്യത്തിന് തുടക്കം കുറിക്കാൻ പറ്റി. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടിയൊക്കെ നിങ്ങളുടെ നേട്ടങ്ങളിൽ ഉൾപ്പെടുത്തണം. ഇതേ ഇങ്ങേര് 4 കൊല്ലം മുമ്പ് പറഞ്ഞതാണ്, 5 വർഷം കൊണ്ട് 20,000 കോടിയുടെ റോഡുകളും പാലങ്ങളും ഞാൻ ഇവിടെ ഉണ്ടാക്കി മറിക്കുമെന്ന്. അടുത്ത 5 വർഷം 20,000 കോടി രൂപയുടെ റോഡുകൾക്കും പാലങ്ങൾക്കും ഭരണാനുമതി ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ്. ഉണ്ടാക്കിയതിൻ്റെയൊക്കെ അവസ്ഥ നമുക്കറിയാം. അതുകൊണ്ട് എനിക്ക് പൊതുജനങ്ങളോട് പറയാനുള്ളത്, അവർ സാഹചര്യത്തിനനുസരിച്ചൊക്കെ മാറിയും തിരിഞ്ഞും സംസാരിക്കും. ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ വേണ്ടി ദേശീയപാത മൊത്തം ഇന്ത്യയിൽ മുഴുവൻ അവരാണ് ദേശീയപാതകൾ നിർമ്മിക്കുന്നത് എന്നവർ പറയും. ഫ്ലെക്സുകൾ നാട്ടും, നേട്ടങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തും. ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട. കാരണം എന്തെങ്കിലും ഒരു പിഴവ് ആരുടെയെങ്കിലും ഭാഗത്തു നിന്നുണ്ടായി ഈ കേരളത്തിൽ ജീവിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ അതുടനെ ഇവർ തിരിച്ചു വയ്ക്കും. അതേസമയം മെഡിക്കൽ കോളേജ് കെട്ടിടം ഇടിഞ്ഞു വീണ് ഒരു സ്ത്രീ മരിച്ചപ്പോൾ ഇവർ ചോദിച്ചത്, ഇതേ പ്രസ്ഥാനത്തുള്ള ഉത്തരവാദിത്തപ്പെട്ട ഒരു മന്ത്രി ചോദിച്ചത്, മെഡിക്കൽ കോളേജ് കെട്ടിടം തള്ളിയിട്ടത് വീണ ജോർജ് ആണോ എന്നാണ്. പക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള റോഡുകളിൽ, ദേശീയപാതകളിൽ ഇവിടെ കുഴികൾ വീഴുന്നത്, ദേശീയപാത അതോറിറ്റിയുടെ കീഴിൽ വരുന്ന റോഡുകളിൽ ഇവിടെ കുഴികൾ ഉണ്ടാക്കുന്നത് അവരവിടുന്ന് വല്ലവരും വന്ന് ചെയ്യുന്നതാണോ എന്ന ചോദ്യം ബാധകമല്ല, അവർക്ക് ബാധകമല്ല. ഇത്തരം ന്യായങ്ങൾ ഇവർക്ക് മാത്രം ബാധകമാണ്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മളാകെ ചെയ്യാനുള്ളത് ഈ റോഡുകളിലൂടെ നടക്കുമ്പോൾ പരമാവധി നമ്മുടെ സുരക്ഷ ഉറപ്പാക്കുക. നമ്മളെ നോക്കാൻ, നമ്മുടെ ജീവന് സംരക്ഷണം കൊടുക്കാൻ നമ്മളല്ലാതെ മറ്റാരുമില്ല. ഇവിടെ എല്ലാം മിക്കയിടങ്ങളിലും എല്ലാം വെട്ടിപ്പൊളിച്ചൊക്കെ ഇട്ടിരിക്കുകയാണ്. ചിലയിടങ്ങളിൽ റോഡ് പണി നടക്കുന്നു, ചിലയിടങ്ങൾ ഇങ്ങനെ അനാഥമായിട്ട് കിടക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായി. അപ്പോൾ അതുവഴിയൊക്കെ പോകുമ്പോൾ, കുഴികളിൽ ഇറങ്ങിക്കയറി പോകുമ്പോഴും, കാൽനടയാത്രക്കാരാണെങ്കിലും പ്രത്യേകിച്ച് ഈ 2 വീലറിൽ യാത്ര ചെയ്യുന്നവരൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. വെട്ടിച്ചും തിരിച്ചും കുഴിയിൽ വീഴാതൊക്കെ പോകാതെ നോക്കുമ്പോഴാണ് ബാക്കിൽ നിന്ന് വന്ന് വല്ല വണ്ടിയും ഒക്കെ വന്ന് ഇടിക്കുന്നതും വലിയ അപകടങ്ങൾ ഉണ്ടാകുന്നതും. നമ്മൾ നമ്മുടെ ജീവന് സംരക്ഷണം കൊടുക്കുക. അതുപോലെ തന്നെ ഇത്തരം വലിയ ഉയരപാത നിർമ്മാണമൊക്കെ നടക്കുന്ന സ്ഥലങ്ങളിലാണെങ്കിലും അതുവഴി പോകുമ്പോൾ അവരവിടെ വർക്ക് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ അവിടെ നിർത്തിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അവിടെ ഇറങ്ങിച്ചെന്ന് അവരോട് ചോദിച്ചതിന് ശേഷം മാത്രം പോകാനൊക്കെ നോക്കുക. അധികം തിരക്കില്ലാത്ത റോഡുകളുടെ കാര്യമാണ് പറഞ്ഞത്. തിരക്കുള്ള റോഡുകളിൽ നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ദൈവത്തെ വിളിച്ച് ജീവിക്കുക.